എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാങ്ങയും മുരിങ്ങയ്ക്കയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു നാടൻ ചെമ്മീൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെമ്മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്കിതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. 3 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അടുത്തതായി ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 2 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങയും 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/2 കിലോ ചെമ്മീനും കൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ചെമ്മീൻ വൃത്തിയാക്കി എടുക്കുന്നതിന് മുമ്പാണ് 1/2 കിലോ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് കൂടുതൽ സമയം വേവിക്കേണ്ട. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയതാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീനൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കാണ് ഇതെല്ലാം ഒന്ന് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെമ്മീനും മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ മുരിങ്ങയ്ക്ക ഇതുപോലെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകരുത്, എന്നാൽ പാകത്തിന് വെന്ത് വരികയും ചെയ്യണം. ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ അരച്ചെടുത്ത ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഉപ്പ് അല്പം കുറവായിരുന്നു. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ നാടൻ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമാങ്ങ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചാറൊക്കെ ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകും 2 നുള്ള് ഉലുവയുമാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കടുക് താളിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള തനി നാടൻ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്